യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ പുരുഷന്മാർക്കെതിരല്ല എന്നുള്ളതാണ് വസ്തുത. പുരുഷനാണ് സ്ത്രീയുടെ ശത്രു എന്ന് കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം പുരുഷ കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടി പല ആളുകളും മുന്നോട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ? വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ ഉള്ള നിയമവും അതുപോലെ സംസ്ഥാനങ്ങളിലും നിയമസഭകൾ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നുള്ളത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന വിഭാഗങ്ങളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മീഷനുകൾ. അത് ഭരണഘടന അനുസൃതമായി പാസ്സാക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ ഒരു പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾ പല വിധത്തിൽ ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരകളാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പരിരക്ഷിക്കാനുള്ള നിയമങ്ങളുടെ പ്രസക്തി നിലനിൽക്കുന്നത്. പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയാനുള്ള അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കളവായിട്ടുള്ള പരാതികൾ വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ പുരുഷന്മാർക്കെതിരല്ല എന്നുള്ളതാണ് വസ്തുത. സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. പലപ്പോഴും ഈ നിയമങ്ങൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അതിൽ എതിർകക്ഷികളായിട്ട് വരുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ള വസ്തുതയുണ്ട്. ഇപ്പോൾ ഒന്ന് 498A എന്ന് പറയുന്ന ശിക്ഷാ നിയമത്തിൽ ഉണ്ടായിരുന്ന വകുപ്പ്, ഗാർഹിക ചുറ്റുപാടുകളിൽ പീഡനത്തിന് ഇരയാക്കുന്ന വാർത്ത, അതുപോലെ തന്നെ സംഭവങ്ങൾ, അതോടൊപ്പം സ്ത്രീധന മരണങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, ഇതിലൊക്കെ തന്നെ സ്ത്രീകളും ധാരാളം പ്രതികളായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. പുരുഷന്മാർക്കെതിരായിട്ടാണ് നിയമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു സ്ത്രീക്കെതിരായിട്ട് ഏറ്റവും ഹീനമായിട്ടുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത് അവളെ കച്ചവടവൽക്കരിക്കാൻ ഇടയാകുന്ന സാഹചര്യമാണ്. സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായിട്ട് കണ്ടുകൊണ്ട് അവളെ വാണിജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന സംഭവങ്ങൾ, പെൺവാണിഭം എന്ന പേരിൽ ഇപ്പോൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളടക്കം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരം സംഭവങ്ങളിൽ പോലും പ്രതിസ്ഥാനത്ത് വരുന്നത് സ്ത്രീകളാണെന്ന്. ഇപ്പോൾ വനിതാ കമ്മീഷനിലേക്ക് പല പരാതികളും വരാറുണ്ട്. സ്വാഭാവികമായും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി എന്താണ്, എങ്ങനെ ആ പരാതി വന്നു, പ്രതിസ്ഥാനത്ത് ആരാണ് എന്നൊക്കെ വനിതാ കമ്മീഷൻ അന്വേഷിക്കും. പ്രതിസ്ഥാനത്തുള്ളവരെ കൂടി വിളിച്ചു വരുത്തും. അത് സ്വാഭാവികമായും പുരുഷന്മാരായിരിക്കും. അവരുടെ ഭാഗം കൂടി കേൾക്കുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ പുരുഷന്മാർക്ക് നീതി കിട്ടാറുണ്ടോ സാധാരണഗതിയിൽ? വിളിച്ചു വരുത്തുന്നത് പുരുഷന്മാരെ മാത്രമല്ല, വീടുകളിൽ വെച്ച് പീഡനം അനുഭവിക്കുന്നത് പലപ്പോഴും ഭർത്താവിൻ്റെ മാതാവിൽ നിന്നായിരിക്കാം, സഹോദരിയിൽ നിന്നായിരിക്കാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആ ഗാർഹിക ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന സ്ത്രീക്ക് പരിരക്ഷ കൊടുക്കാനാണ്. അത് പുരുഷന്മാരിൽ നിന്നുള്ള മാത്രമുള്ള പരിരക്ഷയല്ല, സഹജീവികളിലായിട്ടുള്ള സ്ത്രീകളിൽ നിന്നുള്ള പരിരക്ഷയടക്കാണ്. അപ്പോൾ അമ്മക്കെതിരായിട്ടുള്ള പരാതികൾ വരാറുണ്ട്, സഹോദരിക്കെതിരായിട്ടുള്ള പരാതികൾ വരാറുണ്ട്. അപ്പോൾ ഇതിലൊന്നും തന്നെ പുരുഷന്മാർക്കെതിരായിട്ടാണ് ഈ നിയമങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നതിലും ധാരാളം സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൺവാണിഭ കേസുകളിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളതും ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടുള്ളതും നല്ലൊരു ശതമാനം സ്ത്രീകളാണ് എന്നാണ്. അതുകൊണ്ട് പുരുഷനാണ് സ്ത്രീയുടെ ശത്രു എന്ന് കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ പുരുഷന് പരിരക്ഷ കൊടുക്കാനുള്ള നിയമങ്ങൾ ധാരാളമുണ്ട്. സ്ത്രീക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കണം എന്ന് പറയാൻ കാരണം സമൂഹത്തിൽ പല വിധത്തിലുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും സ്ത്രീകൾ നേരിടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പരിരക്ഷാ നിയമങ്ങളുടെ പ്രസക്തി. അതൊരിക്കലും പുരുഷനെതിരായിട്ടല്ല. അപ്പോൾ ഉൾപ്പെടെയുള്ള സമൂഹം സ്ത്രീകൾക്ക് നേരെ സ്ത്രീകളോട് കാട്ടുന്ന വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കും എതിരായിട്ട് ഉപയോഗിക്കാനാണ് സംരക്ഷണ നിയമങ്ങൾ. ഭരണഘടന പ്രകാരം പുരുഷ കമ്മീഷന് പ്രസക്തിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ അക്കാര്യം പറയുന്നു. എങ്കിൽ പോലും ഈ പറയുന്ന ആവശ്യം ഉന്നയിക്കുന്നവർ അവർ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വ്യാജ പരാതികൾ ഉണ്ടാകുന്നു, അത് പുരുഷന്മാരെ പീഡിപ്പിക്കുന്നു, അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വനിതാ കമ്മീഷൻ എന്നുള്ള ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം വെച്ചുകൊണ്ട് തന്നെ അത്തരം വ്യാജ പരാതികൾക്കെതിരെ പുരുഷന്മാർക്ക് നീതി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? ഈ വ്യാജ പരാതികൾ വരുന്നത് ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല,
നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഉള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് പല നിയമങ്ങളും ദുരുപയോഗപ്പെടാറുണ്ട്. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ ധാരാളം ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ മാത്രമല്ല ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. പക്ഷെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ വ്യാജ പരാതിയാണ് എന്ന് വരികിൽ അവർക്കെതിരായിട്ട് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാൻ കൂടി വനിതാ കമ്മീഷന് തീരുമാനം പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ അങ്ങനെ ഡയറക്ഷൻ കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഈ കേരളത്തിൽ ഈ വനിതാ കമ്മീഷൻ്റെ ഒരു പ്രസക്തി, ഒപ്പം ഇപ്പോൾ ഗാർഹിക പീഡനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിനൊക്കെ വിധേയമാകുന്നവർക്ക് ഒരു ആശ്രയം, പ്രാഥമികമായിട്ടുള്ള ആശ്രയം വനിതാ കമ്മീഷനാണ് എന്ന് കേരളത്തിലെമ്പാടും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് മനസ്സിലാകുന്നതിനും അവർക്ക് ഈ വനിതാ കമ്മീഷനെ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് ഈ സമീപ ഭാവിയിൽ വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്? കമ്മീഷൻ്റെ മുമ്പാകെ എത്തുന്ന പരാതികൾ മാത്രം കേട്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയാണ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്ത മേഖലകളിൽ, പ്രത്യേകിച്ച് പ്രത്യേകമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് ഹിയറിംഗ് എന്ന പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ 32 തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ പ്രത്യേകമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ആ തൊഴിൽ മേഖലയിൽ നിന്ന് മാത്രമുള്ള സ്ത്രീകളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള പബ്ലിക് ഹിയറിംഗ് നടത്തിയപ്പോൾ ധാരാളം വിവേചനങ്ങൾ, നിലവിലുള്ള നിയമങ്ങൾ തന്നെ വളരെ സ്ത്രീകൾക്ക് ലഭ്യമാക്കേണ്ടുന്ന പരിരക്ഷ ഉറപ്പുവരുത്താത്ത അവസ്ഥ, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കാത്ത അവസ്ഥ, അതുപോലെ നിലവിലുള്ള പോഷ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ സ്ത്രീകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യം, ഇതെല്ലാം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് സർക്കാരിന് ഇതിനകം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തീരദേശ മേഖലയിലും ഗോത്രവർഗ മേഖലയിലും സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അത്തരം മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ, 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പഠിക്കാനും അതിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സംബന്ധിച്ചും സർക്കാരിന് റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുരുഷ കമ്മീഷൻ്റെ ആവശ്യമില്ല, അത് ഹൈക്കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് നിലവിലെ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നീതി ലഭിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ഒപ്പം സ്ത്രീകൾക്ക് കൂടുതൽ നിയമ പരിരക്ഷ നൽകുന്നു. അതിൻ്റെ ഭാഗമായാണ് വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനം എന്ന് തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.